അല്പസമയം മുമ്പുണ്ടായിരുന്നു മുരളി കണ്ണമ്പള്ളി, മാവോയിസ്റ്റ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന റെയ്ഡ് പൂർത്തിയായി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. പത്രപ്രവർത്തകനായിട്ടുള്ള സേതു ഉണ്ട്, KP സേതുനാഥ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുപ്രതി, നേരത്തെ ഉള്ളൊരു കേസിൽ പ്രതിയായിട്ടുള്ള ഇസ്മായിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ FIR വായിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവർ കമ്മിറ്റി കൂടി ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരെ CPI മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി. ഇതാണ് കേസ്. അതായത് എവിടെയോ ആരോ കമ്മിറ്റി കൂടി ഞങ്ങളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ ഞങ്ങളെ വിവരം അറിയിച്ചതായിട്ടോ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതായിട്ടോ ഇവരാരെങ്കിലും ഞങ്ങൾ വന്ന് കണ്ടതായിട്ടോ ഞങ്ങൾ ഇതിന് സമ്മതിച്ചായിട്ടോ ഒന്നുമില്ല അതിൽ. ഇതാണ് കേസ്. അപ്പോൾ NIA ചോദ്യം ചെയ്ത സമയത്ത് ഇവിടെ കളമശ്ശേരി അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി NIA ഡയറക്ടർ അതുപോലെയുള്ള കുറേ NIA പ്രമുഖരെയൊക്കെ തന്നെ CPI മാവോയിസ്റ്റിൻ്റെ പ്രവർത്തകരാക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ UAPA കേസ് എടുക്കാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ കേസ് അന്ന് ചാർജ് ചെയ്ത് തെലങ്കാന ATS ആണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മന്ത്രിസഭ മാറ്റം വന്നപ്പോഴത്തേക്ക് NIA കേസ് എടുത്തു. അപ്പോൾ NIAക്ക് കേസിനെ ഒന്ന് പൊലിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ അവർ പൊലിപ്പിക്കണം എങ്ങനെയാണ്? ഒളിവിലുള്ള ആരാണ്ട് ഒരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള തെളിവ് ശേഖരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മകൻ ഉപയോഗിച്ച് എന്തോ കേട് വന്ന് കിടക്കുന്ന ഒരു ലാപ്ടോപ്പ്, പിന്നെ എൻ്റെ മൊബൈൽ ഫോണ്, കുറച്ച് പെൻഡ്രൈവ്. ആ പെൻഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കി അറിയാവുന്നതാണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലിനക്സിൻ്റെ മിൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ വെൻടോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്, വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതായത് എന്തെങ്കിലും കാരണവശാൽ കമ്പ്യൂട്ടറിൻ്റെ OS കേട് വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വച്ചേക്കുന്ന സാധനങ്ങളാണ്. ആ ലാപ്ടോപ്പിലാകട്ടെ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു പുസ്തകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഭൂമിജാതി ബന്ധനം എന്നുള്ള നേരത്തെ എഴുതിയ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ശേഖരിച്ച വിവരങ്ങളൊക്കെ തന്നെയാണ് ലാപ്ടോപ്പിലുള്ളത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അവർക്ക് നോക്കി തന്നെ അപ്പോൾ തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് സായിബാബയുടെ കേസ് ഉണ്ടായത്. സായിബാബയുടെ വീട്ടിൽ നിന്ന് അവർ ആദ്യം പോയി റെയ്ഡ് ചെയ്തു, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്തൊക്കെയോ CPI മാവോയിസ്റ്റ് ആയിട്ടുള്ള കത്തിടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കേസുണ്ടാക്കണം. റോണയുടെയും അതുപോലെ തന്നെ സുരേന്ദ്ര ഗാഡ്ലിംഗ്, ഭീമ കൊറേഗാവ് കേസിലെ പ്രതികളായിട്ടുള്ള ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കരുതി കൂട്ടിക്കൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് വർഷങ്ങളോളം പണിയെടുത്തിട്ട് അവർ ചില ഡോക്യുമെൻറ്റ്സ് കയറ്റിവിട്ടു. അത് അമേരിക്കയിലെ ആർസനിക് എന്ന് പറയുന്ന ഫോറൻസിക് ലാബ് വളരെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. ഏത് പോലീസുകാരനാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അൽപാഷായുടെ പുസ്തകം നിങ്ങൾ ഒരു വർഷം കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻകാസറേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അവർ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓപ്പറേഷൻ നടന്നതെന്ന്. അപ്പോൾ ഈ രീതിയിൽ കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ പിടിച്ച് മാപ്പ് സാക്ഷിയാക്കി കള്ളക്കേസ് ഉണ്ടാക്കുക, ആൾക്കാരൊക്കെ പിടിച്ച് അകത്തിടുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, NIA എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് യാതൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഹാച്ചറ്റ് മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്ന കൊട്ടേഷൻ പണി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. മോളിൽ നിന്ന് ഉത്തരവ് വരും, അവനൊക്കെ പിടിച്ച് അകത്തിടുക. അപ്പോൾ എന്തെങ്കിലും ഒരു കള്ളക്കേസ് ഉണ്ടാക്കണം, കേസ് ഉണ്ടാക്കി പിടിച്ചു വന്നു. ഇതാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഒരു മുഖമാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റെയ്ഡിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ ഒരു ആവശ്യം, കേസ് തന്നെ കള്ളക്കേസാണ്, ഇറ്റ്സ് എ ബേസ്ലെസ് കേസ്. അപ്പോൾ ആ തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കി ആൾക്കാരെ ഉപദ്രവിക്കുക എന്നാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി എൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതെ, സഞ്ജയ് ദീപക് റാവുവിൻ്റെ കേസായിട്ട് ബന്ധപ്പെട്ടല്ല, സഞ്ജയ് ദീപക് റാവുവിനെ അറസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയൊരു കേസാണ്. അതിൽ മൊഴി എന്നവർ പറയുന്നു. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയൊന്നുമില്ല. അവർ സഞ്ജയ് ദീപക് റാവുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നും പറഞ്ഞാൽ അന്നത്തെ FIRൽ ചേർത്തിരിക്കുന്നതിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് NIA ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അന്ന് സഹകരിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാനവിടെ പോയി അവിടെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ഒരു ആവശ്യമില്ല അവർക്ക്, കുറച്ചു നേരം കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ല? ഞാനെവിടെയും പോകണില്ല, അവരുടെ മുമ്പിൽ തന്നെ ഇരിക്കണം, ജനാലൊക്കെ തുറന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഞാനവിടെ തന്നെ ഉണ്ട്. വേറെ എന്തെങ്കിലും എവിഡൻസ് ടൈം പറയുന്നത് അവിടെ നോക്കി അവർക്ക് കാണാവുന്നതാണല്ലോ. ഇനി ഹാജരാകണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പിന്നീട് വരുന്നു പറഞ്ഞിട്ടുണ്ട്.
വക്കീലിന്റെ സഹായം തേടിയിരുന്നല്ലോ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അല്ല, അത് ചലഞ്ച് ചെയ്യണം. ഈ FIR-ഉം ഇപ്പോൾ ഫ്രെയിം ചെയ്യുന്ന കേസുണ്ടല്ലോ, അത് ചലഞ്ച് ചെയ്യണം. അതിനുള്ള നീക്കമാണ് നടത്തുന്നത്. താങ്ക് യു. ഇന്ന് രാവിലെ 6:15 എറണാകുളത്ത് തേവയ്ക്കലിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ NIA സംഘം എത്തിയത്. വീട് തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചാണ് സംഘം അകത്ത് കയറിയത്. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ഏതാനും മണിക്കൂറുകളോളം വീട് പരിശോധിക്കുകയും മുരളി കണ്ണമ്പള്ളിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ NIA സംഘം മടങ്ങുകയാണ്. തുടർ നടപടികൾ ഉണ്ടാവില്ല, പക്ഷെ വീണ്ടും വിളിപ്പിക്കും എന്നാണ് അറിയുന്നത്. മാവോയിസ്റ്റ് നേതാവ് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. ഇവിടെയുള്ള പൊതുപ്രവർത്തകരായ ആൾക്കാരൊക്കെ പിടിച്ചകത്തിടാനായിട്ട്. മാവോയിസ്റ്റ് നേതാവ് സഞ്ജീവ് ദീപക് റാവുവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി എന്നത് ഇപ്പോൾ അത് മുരളി കണ്ണമ്പള്ളിയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും തേവക്കലിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ റെയ്ഡ് കഴിഞ്ഞ് NIA സംഘം മടങ്ങിയോ? എന്താണ് വീണ്ടും വിളിപ്പിക്കും, വീണ്ടും മൊഴിയെടുക്കേണ്ടി വരുമെന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഈ ലാപ്ടോപ്പ് അടക്കം അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? 5 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡ് പൂർത്തിയായി. ഇവിടെ നിന്ന് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ്, പെൻഡ്രൈവ്, അതോടൊപ്പം ചില പുസ്തകങ്ങൾ ഒക്കെ ആണ് ഈ നിലവിൽ NIA ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം 2023 സഞ്ജീവ് ദീപക് റാവു എന്ന് പറയുന്ന മാവോയിസ്റ്റ് നേതാവിനെ അറസ്റ്റ് ചെയ്തത്. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ഒരു FIR എന്നാണ് മുരളി നേരത്തെ വ്യക്തമാക്കിയത്. അതായത് മുരളി ഉൾപ്പെടെയുള്ള ചില ആളുകളെ കേരളത്തിൽ മാവോയിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘം മീറ്റിംഗ് കൂടി തീരുമാനിച്ചു എന്നുള്ളതാണ് FIR. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള വിവരങ്ങളുമില്ല, ഇത് കൃത്രിമമായി ചമച്ച കേസാണ് എന്ന് മുരളി പറയുന്നുണ്ട്. നേരത്തെ NIA ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, അപ്പോഴും താൻ ഈ മറുപടി നൽകിയതാണ്. ഇന്ന് തന്റെ വീട്ടിലേക്ക് NIA എത്തിയത് അത് അതിക്രമിച്ച് കടക്കുന്നതിന് തുല്യമാണ്. കാരണം തനിക്ക് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള ആളാണ്. രാവിലെ താൻ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് NIA സംഘം എത്തിയത്. തന്നെ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ വാതിലവർ ഈ ജനല് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായി. വക്കീലിനെ വിളിക്കാൻ പോലുള്ള സാവകാശം തന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണ നിസ്സഹകരണം തന്റെ ഭാഗത്തുനിന്നുണ്ടായി. താൻ ഒരു തരത്തിലുള്ള സഹകരണവും NIA സംഘവുമായി ഇന്ന് ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഈ കേസിന് ആസ്പദമായി എന്ന് NIA പറയുന്ന സംഭവം നടന്നത്. പക്ഷേ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരവുമില്ല. NIA ഇന്ന് നടത്തിയ നടപടിയും ഈ FIR-ഉം ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കും എന്നാണ് മുരളി കണ്ണമ്പള്ളി വ്യക്തമാക്കിയത്. 2015 മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതാണ്. 4 വർഷത്തിനിപ്പുറമാണ് ജാമ്യം കിട്ടിയത്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ബോംബെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം നേടിയത്. അതിനിപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിന് ഇപ്പോൾ 2019 ഇപ്പുറം അദ്ദേഹം എറണാകുളത്താണ് താമസിക്കുന്നത്. അവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്, പുസ്തകരചന ഉൾപ്പെടെ നടത്തുകയാണ്. അതുകൊണ്ട് മറ്റ് ഇടപാടുകൾ ഈ മാവോയിസവുമായി ബന്ധപ്പെട്ടോ അതിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ഇടപാടുകളോ അവരുമായി ഒരു ബന്ധം പുലർത്താൻ മാവോയിസ്റ്റ് നേതാവായിരുന്ന സഞ്ജീവ് ദീപക് റാവുവിനെ 2023 അറസ്റ്റ് ചെയ്ത കേസിൽ അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് മുരളി കണ്ണമ്പള്ളിയെ ഇന്ന് NIA ചോദ്യം ചെയ്തത്. സഞ്ജീവ് ദീപക് റാവു നൽകിയ മൊഴിയിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നാണ് NIA പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇത് ഒരു കെട്ടിച്ചമച്ച കേസാണ് എന്നാണ് മുരളി കണ്ണമ്പള്ളി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിയമപരമായി നേരിടും എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് ലാപ്ടോപ്പും ചില പുസ്തകങ്ങളുമൊക്കെ അന്വേഷണ സംഘം കൊണ്ടുപോയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.